100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. മലപ്പുറം ജില്ലയിലെ ദന്താശുപത്രികളും ചെറുകിട ക്ലിനിക്കുകളും കേന്ദ്രീകരിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടിപ്പ് വ്യാപകം. ക്ലിനിക്കുകളുടെ വിശദവിവരങ്ങൾ മനസ്സിലാക്കി പരിചയം ഭാവിച്ചെത്തിയാണ് പണം തട്ടുന്നത്. രോഗിയെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി വാടക ചോദിച്ചാണ് തട്ടിപ്പ്. തുവൂർ ആലക്കാടൻസ് ഡെന്റിസ്റ്റ് ഉടമ ഡോക്ടർ ജസീൽ ആലക്കാടൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. ദന്താശുപത്രികൾ, ചെറിയ ക്ലിനിക്കുകൾ, ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വ്യത്യസ്തമായ തട്ടിപ്പ് വ്യാപകമായിരിക്കുന്നത്. ക്ലിനിക്കുകളുടെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയെത്തുന്ന യുവാവ് ചികിത്സാ സമയവും മറ്റും ജീവനക്കാരോട് ചോദിച്ചറിയും. രോഗി പുറത്ത് ഓട്ടോറിക്ഷയിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കും. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വാടക നൽകാനാണെന്ന പേരിൽ 500 രൂപയ്ക്ക് ചില്ലറ ചോദിക്കും. 500ന്റെ നോട്ട് ഇപ്പോൾ തരാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങി മുങ്ങും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തുവൂർ ആലക്കാടൻസ് ഡെന്റിസ്ട്രിയിൽ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നത്. ഇതേ ദിവസം RS റോഡിലെ ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പിലും സമാന സംഭവം അരങ്ങേറി. ഡെന്റിസ്ട്രി ഉടമ ഡോക്ടർ ജസീൽ ആലക്കാടൻ തന്റെ ക്ലിനിക്കിലെ CCTV ദൃശ്യങ്ങൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതോടെ ഈ തട്ടിപ്പിന് ഇരയായ നിരവധി പേർ രംഗത്തെത്തി. ഇതേ വ്യക്തി തിരിച്ച് ക്ലിനിക്കിൽ വന്നിട്ട് പേഷ്യന്റ് താഴെ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോ കൊടുക്കാൻ ചേഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് 500 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിക്കുകയും ആ ചേഞ്ച് തിരിച്ച് ചോദിച്ചപ്പോൾ ആള് ഇപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് താഴെ ഇറങ്ങി പോകുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആള് തിരിച്ച ക്യാഷ് വാങ്ങിയിട്ട് ഇറങ്ങി പോകുന്നൊരു ഇത് കണ്ടപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്ത സ്ഥിതിക്ക് ഞാൻ നമ്മുടെ തുവൂര് ഏരിയയിലുള്ള വ്യാപാരി വ്യവസായൻ്റെ ഗ്രൂപ്പിൽ ഈ ഒരു CCTV ഫുട്ടേജ് അടക്കം ഷെയർ ചെയ്തു. അപ്പോൾ സമാനമായ ഒരു അനുഭവം തന്നെ അന്ന് തന്നെ ആ സമയത്ത് ഏകദേശം ഒരു 12 മണിയോട് കൂടി തന്നെ താഴെ ജനൌഷധി മെഡിക്കൽ ഷോപ്പിലും ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇതേ വ്യക്തി. അപ്പോൾ തൊട്ടടുത്തുള്ള ദന്താശുപത്രികളിലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. കൊണ്ടോട്ടിയിലും മഞ്ചേരിയിലും ഉൾപ്പെടെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തത് ഒരാൾ തന്നെയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ചെറിയ തുകയാണ് തട്ടിപ്പിലൂടെ കൈപ്പറ്റുന്നതെങ്കിലും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ചെറുകിട ക്ലിനിക്കുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർ ജസീൽ ആലക്കാടൻ പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇന്നലെ രാത്രി ഞാനിത് ഷെയർ ചെയ്തപ്പോൾ ഇതേ വ്യക്തി തന്നെ കോഴിക്കോട് അതുപോലെ തന്നെ കൊണ്ടോട്ടി ഭാഗങ്ങളിലൊക്കെ ഇതേ വ്യക്തി ഇതേ സമാനമായ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ക്യാഷ് അപഹരിച്ചതായിട്ട് അവിടെ നിന്നുള്ള പല ഡോക്ടേഴ്സും പിന്നെ ഫോൺ വഴി നമ്മളെ അറിയിക്കുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഇതേ വ്യക്തി തന്നെയാണെന്നുള്ളത് തെളിയുകയും ചെയ്തു. അപ്പോൾ ഇതിലെന്തോ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ കരുവാരൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരത് അന്വേഷിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിത് പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയവരനുസരിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ദന്താശുപത്രികൾ, ഹോമിയോ ക്ലിനിക്ക്, ഹോസ്പിറ്റൽ, മെയിനായിട്ട് ദന്താശുപത്രികൾ, ഹോസ്പിറ്റൽ, ഹോമിയോ അങ്ങനെയൊക്കെയുള്ള കേന്ദ്രീകരിച്ചിട്ടാണ് ആളുടെ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളെ കാണുകയോ ഈ വ്യക്തിനെ നിങ്ങൾ കാണുകയും ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ അയാളെ ലോക്ക് ചെയ്തിട്ട് ഇൻഫോം ചെയ്യുക ചെയ്യേണ്ടതാണ് എന്നാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയത്. സംഭവത്തെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തുവൂർ. Teddy Baby Diaper and Pants made for Indian baby body type.